ബി.ജെ.പി നേതാവ് അഡ്വക്കേറ്റ് നോബൽ മാത്യു ഇതിനെല്ലാം ഉള്ള മറുപടിയാണ്. ഒപ്പം ഇപ്പോൾ ഇടത് സർക്കാരിനുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിലൊരു നടപടി, ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തള്ളിക്കളയുന്നുമില്ല കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷം, ഇത് തള്ളിക്കളയുന്നുമില്ല. സ്വാഭാവികമായിട്ടും ഇനിയും നീണ്ടുപോകുന്ന ഒരു നിയമ പ്രക്രിയകളിലേക്കാണ് മുനമ്പം ജനതയെ കൊണ്ട് ഇടുന്നതെങ്കിൽ, അതിനുള്ള സാഹചര്യമാണ് വരുന്നതെങ്കിൽ വഖഫോടുകൂടി ഇതാ പരിഹാരമായിരിക്കുന്നു, ഞങ്ങൾ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ബി.ജെ.പിയുടെ അവകാശവാദം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് ചോദ്യം ചെയ്യപ്പെടാം. അങ്ങനെ ഒരു ആശങ്ക പാർട്ടിക്കുണ്ടോ? ഇവിടെ 10 മിനിറ്റ് അല്ല 20 മണിക്കൂറിലകം നീണ്ട ചർച്ച. ആ ചർച്ചയ്ക്ക് ശേഷം ലോക്സഭ ബില്ല് പാസാക്കി, അതിനുശേഷം രാജ്യസഭ ബില്ല് പാസാക്കി. അങ്ങനെ ബില്ല് പ്രസിഡന്റിന്റെ ഒപ്പുകൂടെ കിട്ടിയപ്പോൾ നിയമമായിരിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം 2025 നിയമമായിട്ട് ഇറങ്ങി. അതിന് ഇപ്പോൾ ആ നിയമമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയുള്ള രാജ്യമാണ്. ആ നിയമവാഴ്ചയിൽ ഒരു നിയമം വന്നിരിക്കുന്നു. ഈ നിയമം വരുന്നതിന് മുമ്പ് കോൺഗ്രസും CPM-ഉം ഇതിനെ എതിർത്തു. ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബില്ലിനെതിരെ സംയുക്ത പ്രമേയം കേരള നിയമസഭ പാസാക്കി. അതോടൊപ്പം ഈ ബില്ലിനെ എതിർക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ മുനമ്പം നിവാസികൾ അവിടെ സമരം തുടങ്ങിയത്. ഞാൻ ആ സമരത്തിൽ 41 ദിവസം അവിടെ പോയി ഇടപെട്ടതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിർദ്ദേശാനുസരണം ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവ് എന്നുള്ള നിലയിൽ പിന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും അവിടെ പോയി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സമരം അവരങ്ങനെ നടത്തുന്ന സമയത്ത് സമരം നടത്താനുള്ള സാഹചര്യം എന്താ? ആ മുനമ്പം ആൾക്കാർക്ക് ഫറൂഖ് കോളേജ് അവർ ആ സ്ഥലം വിറ്റു. ഫറൂഖ് കോളേജ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് നിയമപരമായ അവകാശമുണ്ട്, അതുകൊണ്ടാണ് വിൽക്കാനുള്ള സെയിലബിൾ റൈറ്റ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫറൂഖ് കോളേജ് വിറ്റു. ഇവരത് വാങ്ങി. അവരവിടെ കൃഷി ചെയ്തൊക്കെ ജീവിക്കുന്നു. അവര് കരം കെട്ടുകയും ചെയ്തിരുന്നു, പോക്കുവരവ് നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് വഖഫ് ബോർഡ് അതിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവരുടെ ആ കരംകെട്ട് അങ്ങ് നിർത്തി. ആ കരംകെട്ട് നിർത്തിയപ്പോൾ CPM-ന്റെ പല മന്ത്രിമാരും ഒക്കെ അവിടെ ചെന്ന് ഞങ്ങൾ അതിന് സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ CPM കേരള സർക്കാർ ആ കരം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഒരു ഉത്തരവെടുത്തു. ആ ഉത്തരവിനെ വഖഫ് ബോർഡ് ആണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെയാണ് സ്ഥലം എന്ന് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഒരു സ്റ്റേയും മേടിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഈ മുനമ്പം നിവാസികൾ അവരുടെ കരമെടുക്കണമെന്ന് പറഞ്ഞ് സമരം തുടങ്ങി. അപ്പൊ അന്ന് സമരം ചെയ്തപ്പോൾ എന്താണ് പല നേതാക്കളും പാലക്കാട് ഇലക്ഷന്റെ ഒക്കെ സമയത്ത് പല നേതാക്കളും അരമണയൊക്കെ നിരങ്ങുകയുണ്ടായി. അപ്പൊ അവർക്ക് ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം നിയമിക്കുന്ന ആ വഖഫ് ബോർഡുകാർക്ക് ഇതിന്റെ അവകാശം അങ്ങ് പിൻവലിച്ചാൽ മതി. ഇതിന്റെ അവകാശം പിൻവലിക്കുന്നതിന് പകരം അവർ സംഗതി അല്പം കൂടി വഷളാക്കാൻ വേണ്ടി ഇവർക്ക് കാസർഗോഡ് സ്ഥലം കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഏതാ മുനമ്പംകാർക്ക്. അവരതിനെ സമ്മതിച്ചില്ല. ഇപ്പൊ നേരെ തിരിച്ചു. ഇപ്പൊ കേന്ദ്ര സർക്കാർ നിയമം പാസാക്കി. ആ നിയമം പാസാക്കിയ ഉടനെ കോൺഗ്രസും CPM എതിർത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ നിയമം വന്നാലും മുനമ്പത്തുകാർക്ക് രക്ഷയില്ല. ഇവിടെ എന്നോട് ചോദിച്ചുകേട്ടായി, ഇവിടെ നിങ്ങൾക്ക് എത്ര നിമിഷം കൊണ്ട് പരിഹരിക്കാം, കിരൺ റിജ്ജു എത്ര ദിവസം കൊണ്ട് പരിഹരിക്കാമെന്ന് ഉത്തരം പറയണമെന്ന്. കിരൺ റിജ്ജു വേണ്ട, ഞാൻ തന്നെ ഉത്തരം പറയാം. ഇപ്പൊ ഈ നിയമം വന്നതോടുകൂടി പഴയ കാലത്തെ സെക്ഷൻ 2A അത് അമെന്റ് ചെയ്തിരിക്കുന്നു. ആ സെക്ഷൻ 2A അമെന്റ് ചെയ്തിരിക്കുന്നത് നോട്ട് വിസ്റ്റാൻഡിങ് നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസ് അതിനകത്തുണ്ട്. കേരളത്തിലെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ മറ്റു കോടതികളൊക്കെ എന്തു പറഞ്ഞാലും അങ്ങനെ കോടതി വിധികൾ ഉണ്ടായാലും ഒരു ട്രസ്റ്റിനാണ് ഈ ഭൂമി കൊടുക്കുന്നെങ്കിൽ അത് വഖഫിൽ പെടില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് കൊടുക്കുന്നു, അള്ളാഹുവിന് കൊടുക്കുന്നതാണ് വഖഫ്. ഇത് തന്നെയാണ് യേശു ഭഗവാനും പറഞ്ഞത്. യേശു ഭഗവാനെ പരീക്ഷിക്കുവാൻ വേണ്ടി ഫരിസേയരും നിയമജ്ഞരും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ ദൈവത്തിന്റെ പുത്രനല്ലേ, എന്തിനാണ് പിന്നെ അങ്ങ് സീസറിന് നികുതി കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു ഭഗവാൻ പറഞ്ഞു ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അതുപോലെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതാണ്. ആ ദേവസ്വം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിന് അവിടെ കൊടുക്കുമ്പോൾ അവിടുത്തെ പ്രതിഷ്ഠയ്ക്കാണ് കൊടുക്കുന്നത്. എളങ്കാവിൽ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ എളങ്കാവിലെ അമ്മയുടെ പ്രതിഷ്ഠയ്ക്ക്, അവിടെ ഭദ്രകാളി പ്രതിഷ്ഠയ്ക്കാണ് കൊടുക്കുന്നത്. അല്ലാതെ എളങ്കാവിൽ അമ്പലം നടത്തുന്ന ഒരു സ്കൂളിന് വേണ്ടിയാണ് കൊടുക്കുന്നെങ്കിൽ അത് ദേവസ്വമല്ല. ഗുരുവായൂർ ദേവസ്വം നടത്തുന്ന ഒരു സ്കൂളിന് വേണ്ടി, ആ അമ്പലം നടത്തുന്ന ഒരു സ്കൂളിന് വേണ്ടിയാണെങ്കിൽ അത് ദേവസ്വമല്ല. ഇതാണ് ഇവിടെ ഇപ്പോൾ
പുതിയ നിയമത്തിലൂടെ വന്നിരിക്കുന്നത് ഇന്ത്യയിലുള്ള മറ്റ് ട്രസ്റ്റ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഒക്കെ രജിസ്റ്റർ ചെയ്ത ചില സംഘടനകളുണ്ടോ, ആ സംഘടനകൾക്ക് കൊടുത്തതാണെങ്കിൽ അത് വഖഫ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ ഇവരുടെ പ്രശ്നം തീർന്നിരിക്കുന്നു. ഇനിയും കരമെടുക്കേണ്ട കാര്യം, ഇത് സംബന്ധിച്ച കേസുകൾ നിലനിൽക്കുന്നു. ഒന്ന്, കരം എടുക്കുന്നതിനെതിരെ ഒരു സ്റ്റേ, ആ സ്റ്റേ വന്നപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു അഡ്വക്കേറ്റ് ജനറൽ വന്ന് പറയും ഞങ്ങൾ കരം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ പ്രശ്നം തീർക്കുന്നു. ഇതുവരെ തീർക്കാൻ സാധിച്ചോ? അന്ന് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാം, ഇവിടെ മുസ്ലിം നേതാക്കന്മാരെല്ലാം കൂടെ പോയി കണ്ടു തീർക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, കേരളത്തിലെ വഖഫ് ബോർഡിനെ കൊണ്ട് ഇതിനുള്ള അവകാശം പിൻവലിപ്പിച്ചാൽ മതി, ഈ പ്രശ്നം തീരും. ഇപ്പം നടക്കുന്ന വിഷയം ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ വന്നു. അപ്പൊ CN രാമേന്ദ്രൻ നായർ കമ്മീഷനെതിരെ ഈ പറയുന്ന വഖഫ് അനുകൂലികൾ അവരാണ് കേസ് കൊടുത്തത്. അപ്പൊ കേസ് കൊടുത്തപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഒരു വിധി വന്നിരിക്കുന്നു. ആ വിധി എന്താ വന്നിരിക്കുന്നത്? ആ വിധി വന്നിരിക്കുന്നത് ഈ കമ്മീഷൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ ജുഡീഷ്യൽ കമ്മീഷനെയൊക്കെ വെക്കുക എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒളിച്ചോടാനും വേണ്ടിയാണ്. കേരളത്തിൽ എത്രയോ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിരിക്കുന്നു, അവരുടെ റിപ്പോർട്ട് വധിച്ചിരിക്കുന്നു, റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. എത്ര പേരെ നടപടിയെടുത്തു? മാറാട് കേസിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആ ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനം വല്ലതും നടപ്പിലായോ? എന്ന് മാത്രമല്ല, അവരുടെ ആ ജുഡീഷ്യൽ കമ്മീഷന്റെ പരാമർശങ്ങൾ പലതും എക്സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കണം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതിന് CN രാമേന്ദ്രൻ നായർ കമ്മീഷന് അധികാരമില്ല എന്ന് പറഞ്ഞു. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഒരു കമ്മീഷൻ ഒരു സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താനൊക്കെ ആ കമ്മീഷൻ അവിടെ കാണുന്നത് എഴുതാനൊക്കെ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യണമെന്ന് കമ്മീഷന് എഴുതാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനെതിരെ ഇവര് റിട്ടപ്പീൽ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ മുനമ്പം നിവാസികളും അവിടെ റിട്ടപ്പീൽ കൊടുത്തു. കാരണം ആ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ജഡ്ജ്മെന്റിൽ ചില അനാവശ്യ പരാമർശനങ്ങൾ ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരും ഞാൻ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ അല്ല ശ്രീ നോബൽ മാത്യു വളരെ ഞാൻ പറഞ്ഞിട്ട് ആ റിട്ടപ്പീൽ വരുന്നു. റിട്ടപ്പീല് അഡ്മിറ്റ് ചെയ്ത ശേഷം ആ റിട്ടപ്പീലില് സ്റ്റേ ഒന്നുമില്ല. ആ റിട്ടപ്പീലിൽ ഒരു ചെറിയ ഓർഡർ കൊടുക്കും. അത് ഇനി വെക്കേഷന് ശേഷം വരും. ആ വെക്കേഷന് ശേഷം വരുമ്പോഴത്തേനെ തീരുമാനമുള്ളൂ. അപ്പോഴേക്കും ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കും. ഈ നിയമം പ്രാബല്യത്തിൽ ഇതിന്റെ അകത്ത് രണ്ട് ഇപ്പൊ ഇവർ പറയുന്നത് അത് തന്നെയാണ് ഈ നിയമത്തിലെ സെക്ഷൻ 2A വായിച്ചാൽ അറിയാം. ഫാറൂഖ് കോളേജ് ട്രസ്റ്റ് അല്ല എന്ന് ചൂണ്ടിക്കാട്ടി വഖഫ് ബോർഡ് ഒരു നിലപാടെടുത്ത ട്രൈബ്യൂണലിലേക്ക് പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും കൂടുതൽ നിയമപ്രക്രിയ നടക്കും. അത്ര സിമ്പിൾ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇവർ വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമോ എന്നാണല്ലേ ചോദിക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ ഇത് വഖഫ് ബോർഡിന്റെ ട്രസ്റ്റ് അല്ല, വഖഫ് ബോർഡ് ട്രസ്റ്റ് ആണെന്ന് പറഞ്ഞ ട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞ ട്രൈബ്യൂണൽ കേസുണ്ട്. ഇന്ന് ആ കേസ് കോഴിക്കോട് ട്രൈബ്യൂണലിൽ ഉണ്ടായിരുന്നു. ആ കേസ് കോഴിക്കോട് ട്രൈബ്യൂണലിന് അവർ ഇനി താഴേക്ക് വിടേണ്ടി വരും. താഴേക്ക് വിടുമ്പോൾ താഴെ തീരുമാനം വരുമ്പോൾ പഴയ സെക്ഷൻ 40 ഇല്ല. അപ്പൊ വഖഫ് ബോർഡിനകത്ത് യാതൊരു അവകാശവും പറയാനൊക്കത്തില്ല. പഴയ വഖഫ് ബോർഡല്ല. ഇനിയിപ്പം കേരള സംസ്ഥാനമാണ് ഈ വഖഫ് ബോർഡ് പുതിയതിനെ നിയമിക്കേണ്ടത്. ഇപ്പോൾ ഈ നിയമത്തിൽ പറയുന്ന അനുസരിച്ച് വഖഫ് ബോർഡിനെ നിയമിക്കേണ്ടത് കേരള സംസ്ഥാനമാണ്. അവർ നിയമിക്കുമ്പോൾ അതിനകത്ത് ഇത്ര പ്രതിനിധികൾ വേണം, വനിതകൾ വേണം, ഇതൊക്കെ പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട്. അവര് നിയമിക്കുമ്പോൾ ആ വഖഫ് ബോർഡ് തീരുമാനമെടുത്താലും അതിനെ ചലഞ്ച് ചെയ്യാൻ പഴയ സെക്ഷൻ പണ്ട് വഖഫ് ബോർഡ് തീരുമാനം എടുക്കുക ഞങ്ങളുടെയാന്ന് പറഞ്ഞാൽ എതിർകക്ഷികൾക്കായിരുന്നു തെളിവ് ഫാരം. അതായിരുന്നു സെക്ഷൻ 40. അതിപ്പോ ഇല്ലാതായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്ഷൻ 2A അമെന്റ്മെന്റ് വരുത്തുകയും ഇത് വരുത്തുകയും ചെയ്തുകൊണ്ട് സെക്ഷൻ 40 ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ശ്രീ ജോസ് കുട്ടി ഒഴികെ